പാഠം ഒന്ന് ഒരു വിലാപം, അതിപ്പോൾ അൻവറിൻ്റെ വിലാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അൻവർ കഴിഞ്ഞ ദിവസം ഈ ആര്യാൺ ഷൗക്കത്തിനെതിരെ പറഞ്ഞത് ഇസ്ലാം വിരുദ്ധ സിനിമ ചെയ്ത ആളെന്നാണ്. പാഠം എന്നൊരു വിലാപത്തിൽ ഈ അറബി കല്യാണത്തെയും ശൈശവ വിവാഹത്തെയൊക്കെ എതിർത്തുകൊണ്ടുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ അൻവർ ശരിക്കും ഒരു തീവ്രവാദിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. എങ്ങനെ കാണാം അതിനെ? ഈ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ പിന്നിലുള്ള വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം എന്താണ് എന്ന് നമ്മളുടെ ചാനലുകളിൽ ചർച്ചകൾ വരുന്നില്ല എന്നുള്ളത്. അൻവർ ഇവിടെ എടുത്ത നിലപാടെന്താണ്? വളരെ പ്രതിലോപരമായിട്ടുള്ളൊരു നിലപാടെടുക്കുകയും ആ നിലപാട് ശക്തമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ വിറ്റഴിക്കാനും അയാൾ ശ്രമിച്ചു എന്നുള്ളതാണ്. അതേ പാഠമൊന്ന് ഒരു വിലാപം, ആ സിനിമ യഥാർത്ഥത്തിൽ കേരളത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു അനാചാരത്തിനെതിരായിട്ടുള്ള സിനിമയാണ്. ശരി, ആ അനാചാരം നമ്മൾ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞാൽ അറബി കല്യാണം, ശൈശവ വിവാഹമാണ്. ഈ നമുക്കറിയാലോ, അറബികളൊക്കെ വന്നിട്ട് പ്രായപൂർത്തിയാകാത്തായിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന രീതികൾ ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. അത് മുസ്ലിം ചെറുപ്പക്കാരൊക്കെ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നവരാണ്. ആ മുസ്ലിം സമുദായത്തിനകത്തുള്ള നവോത്ഥാന ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത്. അതാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ വളരെ പ്രസന്നമായിട്ടുള്ള മുഖമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആ മുഖത്ത് കരിയോലൊഴിക്കാനാണ് അൻവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അൻവറിൻ്റെ പൊതുവെ ആ രാഷ്ട്രീയത്തെ നമ്മളൊന്ന് പരിശോധിച്ചാൽ അത് മുസ്ലിം തീവ്രവാദത്തെ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് സ്വഭാവമുള്ളതായ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പോൾ SDPI, ജമാഅത്തെ ഇസ്ലാമി, ആ ഇസ്ലാം സമീപനം അതിന് ശക്തിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയമാണ് അൻവറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ രാജിവെച്ച് നിലമ്പൂരിലെ പല സ്ഥലങ്ങളിൽ നടത്തിയ മീറ്റിങ്ങുകൾ ശ്രദ്ധിച്ചാണ്. ആ മീറ്റിങ്ങുകളിലൊക്കെ ഇവരാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ അൻവർ എന്ന് പറയുന്നത് ഇവരുമായിട്ട് താതാത്മ്യം പ്രാപിച്ച ഒരു രാഷ്ട്രീയ ശക്തിയായി മാറി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പ്രതിലോഭ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി അൻവർ മാറി എന്നുള്ളതാണ്. ആ അൻവർ പറയുന്ന ഇതിനനുസരിച്ച് കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. അപ്പം ഞാൻ വളരെ നേരത്തെ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ വിജയിക്കുന്ന അൻവറോ കോൺഗ്രസ്സോ എന്നുള്ളത്. അത് കോൺഗ്രസ് തന്നെ വിജയിച്ചു. കോൺഗ്രസ് തന്നെ വിജയിക്കാനായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് VD സതീശൻ എടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അയഞ്ഞു കൊയഞ്ഞ സമീപനം കൊണ്ട് രാഷ്ട്രീയ നിലപാടുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. CPM-ലൊന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൽ പക്ഷേ സ്ഥിരം ഇത് തന്നെയാണ് പരിപാടി. കാരണം കോൺഗ്രസിൻ്റെ കൂടെ നടക്കുന്ന എല്ലാ ആളുകളെയും എല്ലാ കിങ്ങിണി കൂട്ടങ്ങളെയും ഒരുമിച്ച് കൊണ്ടു നടക്കണമെങ്കിൽ ഇതുമാതിരി അയഞ്ഞൊരു സമീപനം ആവശ്യമാണ്. ഒരാൾ വളരെ തെളിമയാർന്ന സമീപനത്തോടെ എതിർത്താൽ മറ്റ് രണ്ടുപേരും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൂട്ടി ഇപ്പോൾ ഇത് ഇവിടെ ഇതിനകത്ത് സംഭവിച്ചത് തന്നെയാണ്. പക്ഷേ ഇവിടെ അവർക്കത് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് അവരുടെ ഒരു ഐഡൻറ്റിറ്റി പ്രോബ്ലം ഉയർന്നു വന്നു. കാരണം അൻവറിൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് സതീശൻ പറഞ്ഞപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് ക്ലോസ് ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ നോമിനേഷൻ കൊടുത്ത് അത് പിൻവലിക്കുന്നവരെ നമുക്ക് നോക്കാം എന്നൊക്കെ. അല്ല, അത് ശരിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോഴും നമ്മളത് തള്ളിക്കളയാൻ പാടില്ല. കാരണം അതാണ് രാഷ്ട്രീയം. കാരണം അൻവറില്ലെങ്കിൽ UDF തോൽക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. സതീശൻ എന്തായാലും രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം. സതീശന് പിന്നെ അതിൻ്റെ അകത്ത് മാറാൻ പറ്റാണ്ടായി. സതീശൻ അങ്ങനെ ഒരു നിലപാടെടുത്തു. ആ നിലപാടിൽ നിന്ന് പിന്നെ മാറാൻ പറ്റാത്ത തരത്തിൽ കത്രിക പൂട്ടിട്ട ഒരവസ്ഥയിൽ സതീശൻ എത്തിയെന്നുള്ളത്. പക്ഷേ നല്ല സ്റ്റാൻഡാണ്. അങ്ങനത്തെ സ്റ്റാൻഡാണ് ശരിക്കും രാഷ്ട്രീയത്തിൽ വേണ്ടത്. തീർച്ചയായും. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സതീശൻ പറയുന്ന അൻവറിനെ കൂട്ടിയ ഒരു പരിപാടിക്കും വേണ്ട എന്ന് കൃത്യമായി പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും കാരണവശാൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ സതീശന് ഫുൾ ക്രെഡിറ്റ് അത് വരും. അതുണ്ട്. പക്ഷേ ഇത് ക്രെഡിറ്റിൻ്റെ പ്രശ്നമല്ല. കാരണം ഇപ്പോൾ ക്രെഡിറ്റ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് തോറ്റുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡിസ്ക്രെഡിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയത്തിൽ നിലപാടുകൾക്ക് ചില പ്രാധാന്യങ്ങളുണ്ട്. അതായത് അവരെ മാത്രം ബാധിക്കുന്നതല്ല, അത് പൊതുവെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവരെല്ലാവരും വളരെ മോശമായിട്ടുള്ള നിലപാടെടുക്കാൻ തുടങ്ങിയാൽ നമ്മൾ മോശമായിട്ടുള്ള ആളുകളെ ചുമക്കേണ്ട ആളുകളായിട്ട് വരും. ഇപ്പോൾ PC ജോർജ്, അൻവർ, ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ എന്താണ്? വളരെ വൃത്തികെട്ട ആശയങ്ങൾ നിർമ്മിക്കുന്നവരാണ് ഇവർ. കാരണം ഇവരുടെ ഇവർക്ക് എതിരാളികളാണെന്ന് തോന്നുന്ന എല്ലാവരെയും ഇവർ ചീത്ത വിളിച്ചുകൊണ്ട് ഇവർ നല്ലത് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം.
ഇവനെന്തിനാണ് നല്ലത് പറഞ്ഞത് എന്ന്. അത് അങ്ങനത്തെ രീതിയിലേക്ക് മാറിയ രണ്ട് കക്ഷികളാണ്. ഇപ്പോൾ ഈ രണ്ട് കക്ഷികൾ ആരുടെ കൂടെ നിന്നാലും ആ പ്രസ്ഥാനത്തിന് കേരളത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കോൺഗ്രസ്സിന് വലിയ തരത്തിലുള്ള തലവേദനകളായിരിക്കും കോൺഗ്രസ്സിനൊപ്പം അൻവർ നിന്നാലും ഉണ്ടാകാൻ പോകുന്നു. തീർച്ചയായിട്ടും. കാരണം അൻവറിന് കുറച്ച് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് വെച്ചുകൊണ്ട് അയാൾ നിരന്തരമായിട്ട് കോൺഗ്രസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും, സമ്മർദ്ദത്തിലായിക്കൊണ്ടിരിക്കും, കോൺഗ്രസ്സിന് വെള്ളം കുടിപ്പിക്കും എന്നുള്ളതാണ്. ഇത് അവർ ഇതിൻ്റെ ഉൾപാർട്ടി ചർച്ചയും അതേപോലെ തന്നെ ഇൻഡോർ ഡിസ്കഷൻസൊക്കെ നടത്തിയ സമയത്ത് ഈ രാഷ്ട്രീയ നേതാക്കൾ അനുഭവപ്പെട്ടാണ്. സതീശനൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. മനസ്സിലായി, സതീശൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന തരത്തിൽ അൻവർ പെരുമാറുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് സഹിക്കാൻ ആളുകൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? ചെകുത്താനെന്നാണ് ഈ അൻവർ ഈ ആര്യാൺ ഷൗക്കത്തിനെ പറഞ്ഞത്. ഏത് ചെകുത്താനെ ഞാൻ സപ്പോർട്ട് ചെയ്യാം, ആര്യാട് ഷൗക്കത്തായാലും കുഴപ്പമില്ല, മുന്നണിയിലെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണല്ലോ, അയാളും ചെകുത്താനാണ്, ആ ചെകുത്താനെ ഞാൻ സഹിക്കാൻ തയ്യാറാണ്, എന്നെ മുന്നിലെടുത്താൽ മതി എന്ന് പറയുകയാണ്. മുന്നണി എടുക്കുക മാത്രമല്ല, അത് കഴിഞ്ഞാൽ പിന്നീട് ഇയാളുടെ പറയുന്ന പല സ്ഥാനാർത്ഥികളെയും ഇവർക്ക് സ്ഥാനാർത്ഥിയാക്കേണ്ടി വരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത്. അതിൻ്റെ സഹായമൊക്കെ ഇയാളുടെ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് ചിലപ്പോൾ കിട്ടും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ശക്തികൾ പലപ്പോഴും പല സ്ഥലത്തും അവരുടെ ശക്തി പ്രകടമാക്കുകയും അത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് സഹായകരമായി തീരുകയും തെരഞ്ഞെടുപ്പ് പരാജയത്തിനും കാരണമായി തീരുകയും ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഇതൊരു ചതുഷ്കോണ മത്സരമായി മാറിയാൽ UDF ജയിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. UDF യഥാർത്ഥത്തിൽ ഉറപ്പായിട്ടും വിജയിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയതാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയ രീതി അതായിരുന്നു. പക്ഷേ അതൊക്കെ മാറിപ്പോയി ശരിക്കും. ഇപ്പോൾ അൻവർ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ അൻവറിന് കിട്ടുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഈ മുസ്ലിം തീവ്രവാദ സ്വഭാവം പുലർത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ ഒഴുകിപ്പോകുന്നതായിട്ടുള്ള വോട്ടുകൾ ഇതിനകത്ത് വളരെ കൂടുതലുണ്ടാകും എന്നുള്ളതാണ്. ആ വോട്ടുകൾ ഒക്കെ ഇപ്പോൾ CPM ഇവർക്കെതിരെ ശക്തമായ നിലപാടെടുത്തതിൻ്റെ പരമായി CPM കിട്ടാൻ സാധ്യതയില്ലാത്ത വോട്ടുകളായിരുന്നു. അപ്പോൾ UDF ചെന്ന് ചേരേണ്ട വോട്ടുകളാണ്. ആ വോട്ടുകളായിരിക്കും അൻവർ ഇങ്ങനെ ചോർത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള സാധ്യത ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ UDF ചിലപ്പോൾ എതിരായിട്ട് ഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അന്നൊക്കെ സതീശനെ ആളുകൾ ചീത്ത വിളിക്കും. ഇപ്പോൾ സതീശൻ്റെ ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ സതീശന് റിസ്ക് എടുത്തു. അങ്ങനെ റിസ്ക് എടുത്ത് അൻവറിനെതിരെ വാതിലടച്ചു. ഏറ്റവും എന്താണ് നല്ല തീരുമാനം. ആ തീരുമാനം രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്തില്ലെങ്കിൽ ഇത് തിരിച്ചടിക്കും. രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്താൽ ഇത് അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രിയാക്കി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അടുത്ത മുഖ്യമന്ത്രി എന്നൊന്നും നമ്മൾ പറയരുത്. കാരണം ഇത് കാണുന്ന രമേശ് ചെന്നിത്തലയോ അല്ലെ KC വേണുഗോപാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ നോക്കും. അല്ല, നമ്മൾ പറയുന്നതുമായി നമ്മൾ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കോൺഗ്രസ്സിലെ ആരാണ് മുഖ്യമന്ത്രിയാണെന്ന് തീരുമാനിക്കുന്ന മിക്കവാറും രാഹുൽ ഗാന്ധിയുടെ അടുക്കളയിലായിരിക്കും തീരുമാനം. അതെ, കാരണം ഹൈക്കമാൻഡുള്ള സോണിയാഗാന്ധിയുടെ അടുക്കള. അപ്പോൾ അത് ആ അടുക്കള സമ്പൂർണ്ണമായിട്ട് ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാൽ. അപ്പോൾ അതുകൊണ്ട് വേണുഗോപാലായിരിക്കും അതിനകത്ത് വെട്ടിക്കൊടുക്കുന്ന തീരുമാനമെടുക്കുക. അതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യം. ഇപ്പോൾ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയാണ് KC ഇടപെട്ടതെന്നുള്ളത് കുറച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം KCക്ക് അൻവർ നിന്നാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒരു നിലപാടിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അറബി കല്യാണം പോലെയുള്ള സമൂഹത്തിലെ ജീർണ ആചാരത്തെ എതിർത്ത ഷൗക്കത്തിനെ പോലെയുള്ള ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ ഒതുക്കാൻ വേണ്ടിയിട്ട് അൻവർ നടത്തുന്നതായിട്ടുള്ള സമീപനത്തെയും ജനങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അൻവറിസം എന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ മോശമായിട്ടുള്ള രാഷ്ട്രീയ ഉൽപ്പന്നമാണ് എന്നും അത്തരം ഉൽപ്പന്നങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് വളരാൻ പാടില്ല എന്നും പൊതുസമൂഹം തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ഇത്തരം എലിമെൻറ്റ്സ് നമ്മളുടെ ഈ ചുറ്റുപാട് ഇങ്ങനെ ഒഴുകിടക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അത് ഏറ്റവും വലിയ ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയത്തിൽ നിലപാട് വളരെ പ്രധാനപ്പെട്ട. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.